Hello, my dear students. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA ഫിഫ്ത്ത് സെമസ്റ്ററിലുള്ള ഓപ്പൺ കോഴ്സ് ആണ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഇത് ഒരു ഓപ്പൺ കോഴ്സ് ആണ്. ഓപ്പൺ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വിഷയം പഠിക്കുമ്പോൾ ആ വിഷയവുമായി ബന്ധമല്ലാത്ത മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നൊരു വിഷയം എടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ക്ലാസ്സും അല്ലെങ്കിൽ അതിന്റെ മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു ഓപ്പൺ പേപ്പർ എന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പേപ്പറാണ്. അപ്പം നമുക്ക് അതിനകത്ത് പ്രധാനമായിട്ടും 60 മാർക്കിനാണ് ചോദ്യം ഉള്ളത് കേട്ടോ. ബാക്കിയുള്ള നമ്മളെല്ലാ വിഷയവും 80 മാർക്കിനാണെങ്കിൽ 60 മാർക്കിന്റെ ചോദ്യമാണ് നമുക്ക് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു വിഷയത്തിനകത്ത് വരുന്നത്. ആദ്യത്തെ പാർട്ടിൽ 12 ക്വസ്റ്റ്യനും പിന്നെ രണ്ടാമത്തെ പാർട്ടിൽ 19 അല്ലേ. അപ്പോൾ 2 4 6 7 ക്വസ്റ്റ്യനും പിന്നെ 2 essay ക്വസ്റ്റ്യനാണ്. അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. ഡിസ്കസ് ദ മീനിങ് ആൻഡ് എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, ഫംഗ്ഷനിങ് ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ്. അതായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ വർഷം. അപ്പോൾ അങ്ങനത്തെ 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുത്തിട്ടുണ്ട്. 2019 ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ 2019 ഓൺവേർഡ്സ് 2022 ഒരു ക്വസ്റ്റ്യൻ പേപ്പറും 2021 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, അങ്ങനെ 2 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കറക്റ്റ് നമ്മുടെ സിലബസും കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കൊക്കെ പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം. നിങ്ങൾക്ക് അത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ നോക്കി. ഈ ഫോട്ടോ കണ്ടിട്ട് കേട്ടോ, ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു കുട്ടി വിയർപ്പും കണ്ണീരും ആയിട്ട് നിൽക്കുന്ന ഒരു മുഖം, തലയിൽ എന്തൊക്കെയോ ഏറ്റുന്നുണ്ട് അല്ലേ? നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് വന്നിട്ടുള്ള ഒരു വാർത്ത കേട്ടോ, ഇന്ന് വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. ഈ വാർത്ത കേട്ടിട്ടുണ്ടോ? അതായത് ഒരു വിദ്യാർത്ഥിയെ സ്കൂളിൽ വെച്ചിട്ട് ജാതി അധിക്ഷേപം നടത്തി എന്നുള്ളതാണ് ഇന്ന് വന്നിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ എന്താണെന്നാണ് മനസ്സിലാക്കുന്നത്? ഒരു മനുഷ്യൻ അയാൾ ജനിക്കുമ്പോൾ തന്നെ അയാൾക്ക് കിട്ടുന്ന അവകാശങ്ങളെയാണ് നമ്മൾ മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഒരാൾ ജനിക്കുമ്പോൾ തന്നെ മനുഷ്യാവകാശം എന്നത് എല്ലാ മനുഷ്യർക്കും അവർ ജനനത്തോടെ ലഭിക്കുന്ന അടിസ്ഥാന അവകാശങ്ങളാണെന്ത് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം അല്ലെ, തുടങ്ങിയിട്ട് അടിസ്ഥാന മൂല്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. ഈ അവകാശങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സമാധാനവും ഐക്യവും നിലനിർത്താനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത് ഉപയോഗിക്കേണ്ടത്. പലപ്പോഴും പല സാഹചര്യങ്ങളും ഇത്തരം അവകാശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പലർക്കും നിഷേധിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ആലപ്പുഴ സ്കൂളിൽ ഇന്ന് നടന്നിട്ടുള്ള ആ ഒരു ഇൻസിഡന്റിനകത്ത് തന്നെ ആ അധ്യാപകൻ അങ്ങനെ ജാതി അധിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ ആ കുട്ടിയോടുള്ള മനുഷ്യാവകാശ ലംഘനമാണ് അല്ലെ, തുല്യത എന്ന് പറയുന്ന മനുഷ്യാവകാശ ലംഘനമാണ് അയാൾ അവിടെ നടത്തിയിട്ടുള്ളത്. കാരണം ജാതിയുടെ പേരിൽ ഒരാളെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അധിക്ഷേപിക്കാനോ ഇകഴ്ത്താനോ അല്ലെങ്കിൽ അയാളെ തരം താഴ്ത്തി സംസാരിക്കാനോ പാടില്ല. അപ്പോൾ ഒരു അധ്യാപകന്റെ ഭാഗത്തുനിന്നടക്കം ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, അത് വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെയാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ട് അല്ലേ. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന മനുഷ്യാവകാശം എന്ന് പറയുന്നത് നമ്മുടെ മൗലിക അവകാശങ്ങളിലൂടെ, ഫണ്ടമെന്റൽ റൈറ്റ്സിലൂടെ ഉറപ്പു നൽകുന്നതാണ് നമ്മുടെ മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല കുട്ടികൾക്കും എന്ത് ചെയ്യുന്നില്ല, വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നുണ്ട്. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുക എന്നുള്ളത് മാത്രമല്ല, ആ ഒരു മനുഷ്യാവകാശം മാത്രമല്ല, മറിച്ച് എന്തുകൂടെ സംഭവിക്കുന്നുണ്ട് അല്ലേ. അതായത് ബാലവേല നിരോധിച്ചിട്ടുള്ള ഒരു രാജ്യമാണ്. ബാലവേല മനുഷ്യാവകാശ ലംഘനമാണ്. പലപ്പോഴും പല കുട്ടികളെയും പല സ്ഥലങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ, വീടി തെറിപ്പിക്കുന്ന ജോലി അടക്കം കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബാലവേല ചെയ്യിക്കുന്നതും എന്താണ്, മനുഷ്യാവകാശ ലംഘനമാണ്. അപ്പൊ ഇത്തരത്തിൽ വ്യത്യസ്തമായത് പ്രതികളെ എന്താ പറയാ, അകാരണമായി പിടിച്ച് തടങ്കലിൽ വെക്കുക. പോലീസുകാരാണ് ഏറ്റവും കൂടുതൽ ഈ മേഖലയിലെ മനുഷ്യാവകാശ ലംഘനം നടത്തുന്നത്. കഴിഞ്ഞൊരു മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ ചെയർമാൻ തന്നെ ഇരുന്ന് സംസാരിച്ചതിൽ പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശ ലംഘനവുമായിട്ട് അവർക്ക് പരാതി എത്തുന്നത് പോലീസുകാരെ കുറിച്ചാണ്.
പോലീസുകാർ കസ്റ്റോഡിയൽ ഡെത്ത് അല്ലേ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ, പിടിച്ചു കൊണ്ടുപോവുക എന്നിട്ട് അവിടെ ഉപദ്രവിക്കുക, അതിലൂടെ മരണം സംഭവിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ സമൂഹത്തിൽ സംഭവിക്കാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രയത്നിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരുപാട് കമ്മീഷൻസും മറ്റൊക്കെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധമൊക്കെ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള രണ്ട് യുദ്ധങ്ങളായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധം. അപ്പൊ ആ കാലഘട്ടങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇനി നമ്മുടെ രാജ്യത്ത് ഉണ്ടാവരുത്. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ഈ ലോകത്തിൽ എന്ത് ചെയ്യരുത്, അത്തരം മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടാവരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഐക്യരാഷ്ട്രസഭ രൂപീകരിക്കുകയും, അല്ലെ, എല്ലാ രാജ്യങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഐക്യരാഷ്ട്രസഭ രൂപീകരിക്കുകയും ഐക്യരാഷ്ട്രസഭയുടെ അടിസ്ഥാനത്തിൽ ഒരു ഡിക്ലറേഷൻ നടത്തുന്നു, ഒരു പ്രഖ്യാപനം നടത്തുന്നു, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെ. ആ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിനകത്ത് ഒപ്പിടുന്ന രാജ്യങ്ങളെല്ലാം ഈ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരവരുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ട് ഓരോ രാജ്യത്തും മനുഷ്യാവകാശം ഉറപ്പാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് UN നേതൃത്വത്തിലുള്ള ഒരു യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് വരുന്നു. അങ്ങനെയാണ് ലോകത്തെമ്പാടും എന്ത് ചെയ്യുന്നത്, ഈ മനുഷ്യാവകാശം എന്ന് പറയുന്ന ആ ഒരു വിഷയത്തോടുള്ള ഒരു പ്രാധാന്യം ഉയരുകയും അതിനു വേണ്ടിയിട്ടുള്ള വ്യത്യസ്തമായ ഉടമ്പടികളും അല്ലെങ്കിൽ സംഘടനകളും രൂപീകരിക്കുകയും ചെയ്തത്. അപ്പൊ നമ്മുടെ രാജ്യത്ത് പോലും മനുഷ്യാവകാശ കമ്മീഷനുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നിയമിതമായിട്ടാണ്. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, ഇത്തരം മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ മനുഷ്യാവകാശം എന്ന് പറയുന്നത് അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാനും നിങ്ങൾക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അറിയണം എന്താണ് മനുഷ്യാവകാശം, എന്താണ് മനുഷ്യാവകാശ ലംഘനം, മനുഷ്യാവകാശ ലംഘനം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് അറിയണം. അപ്പൊ നിങ്ങൾ സോഷ്യോളജി, BA സോഷ്യോളജി എടുത്ത് പഠിക്കുമ്പോൾ, നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു ഓപ്പൺ കോഴ്സ് എടുത്ത് പഠിക്കുക എന്നതിനപ്പുറം നിങ്ങൾ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന വിഷയത്തിൽ നിങ്ങൾ ഓപ്പൺ കോഴ്സ് എടുത്ത് പഠിക്കുമ്പോൾ ലോകത്തിൽ മൊത്തം ആളുകൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മനുഷ്യാവകാശ ലംഘനം എന്ന് പറയുന്നത്. ആ വിഷയത്തെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ വിവരം ലഭിച്ചുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, BA സോഷ്യോളജി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതല്ലെങ്കിലോ നിങ്ങൾ ഈ ഒരു വിഷയം എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, അല്ലെ, പ്രത്യേകിച്ച് സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾ, സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ, നാളെ നിങ്ങൾ ഈ ഡിഗ്രിയും PGയും കഴിഞ്ഞ് ഈ ഡിഗ്രിയും PGയും വെച്ചിട്ട് സ്വാഭാവികമായിട്ടും സൊസൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മേഖലയിലായിരിക്കും നിങ്ങൾക്ക് ജോലി ലഭിക്കുക. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനുഷ്യാവകാശമെന്നോ, എന്താണ് മനുഷ്യാവകാശ ലംഘനമെന്നോ, മനുഷ്യാവകാശ ലംഘനങ്ങൾ എങ്ങനെയാണ് രൂപപ്പെട്ടത്, അല്ലെങ്കിൽ മനുഷ്യാവകാശങ്ങൾ എങ്ങനെയാണ് രൂപപ്പെട്ടതെന്നോ ഇതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ലാത്തൊരവസ്ഥ ഇല്ലാതിരിക്കാൻ നിങ്ങൾ എല്ലാവരുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈ ഒരു പേപ്പർ സെലക്ട് ചെയ്യണം എന്നുള്ളത്. യൂണിവേഴ്സിറ്റി സ്റ്റഡി മെറ്റീരിയലും നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അവൈലബിൾ ആകുന്ന ഒരു വിഷയം ഹ്യൂമൻ റൈറ്റ്സ് മാത്രമാണ്. അതുകൊണ്ട് മാത്രമല്ല നിങ്ങൾ ഈ ഒരു വിഷയം എടുക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചുറ്റും ഇത്തരത്തിലുള്ള ഒരുപാട് മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുമ്പോൾ ഒരു ശബ്ദം കൊണ്ടെങ്കിലും ഇത് മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് അവരോട് പറയാനെങ്കിലും നമുക്ക് കഴിയണമെങ്കിൽ നമുക്കിത് എന്താണ് എന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തത്, ഈ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന പേപ്പർ നിങ്ങൾക്ക് എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഇത് എടുക്കൂ എന്ന് നിങ്ങളോട് നിർബന്ധിച്ച് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കരുത്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഏരിയയിലും ചർച്ച ചെയ്തു പോകുമ്പോൾ അവിടുന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുക, നമ്മൾ പോവുക. അതിൻ്റെ ഒരു സിലബസിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് കോൺസെപ്റ്റ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആണ്. അതിൽ എന്താണ് കോൺസെപ്റ്റ്, എങ്ങനെയാണ് ഹ്യൂമൻ റൈറ്റ്സ് എവല്യൂട്ട് ചെയ്ത് വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ UN ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് മാത്രമൊന്നല്ല, അതിനു മുമ്പ് ഒരുപാട് ബിൽ ഓഫ് റൈറ്റ്സുകളും ഒരുപാട് എന്താ പറയുക പോരാട്ടങ്ങളും ഈ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ചരിത്രത്തിൽ വ്യത്യസ്തമായ ഉടമ്പടികളും ഒരുപാട് പോരാട്ടങ്ങളും മുന്നേ നടന്നിട്ടുണ്ട്. അത്തരം അതിൻ്റെ എവല്യൂഷൻസിനെ കുറിച്ച് ഇപ്പോൾ അമേരിക്കൻ ബിൽ ഓഫ് റൈറ്റ്സ്, ബ്രിട്ടീഷ് ബിൽ ഓഫ് റൈറ്റ്സ്, ഈ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ പോലുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് എവല്യൂഷൻ്റെ അവിടെ പറയേണ്ടതുണ്ട്. പിന്നെ മൊത്തത്തിൽ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്താണ്, അതിൻ്റെ മൊത്തത്തിലുള്ള അവലോകനം കേട്ടോ, അതെന്താണെന്ന് പറയേണ്ടതുണ്ട്. നമ്മുടെ എന്താ പറയാ മനുഷ്യാവകാശത്തിന്റെ പാശ്ചാത്യ മാക്സിയൻ മൂന്നാം ലോക രാജ്യങ്ങളുടെ സമീപനങ്ങൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഐക്യരാഷ്ട്രസഭയാണ് ഇത് രൂപീകരിക്കുന്നത്. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിൽ 2 ഉടമ്പടികളുണ്ട്, കൊവനൻസ് എന്ന് പറയുന്നത് കേട്ടോ, ഇന്റർനാഷണൽ കൊവനൻസ് എന്ന് പറയുന്നത്. 2 അന്താരാഷ്ട്ര ഉടമ്പടികളുണ്ട്, ഇന്റർനാഷണൽ കൊവനൻസ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ICCPR എന്ന് പറയുന്നതും ഇന്റർനാഷണൽ കൊവനൻസ്
കവനന്റ് ഓൺ സോഷ്യൽ എക്കണോമിക് ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് എന്ന് പറയുന്ന 2 ഉടമ്പടികളുണ്ട്, ഐക്യരാഷ്ട്രസഭയുടെ 2 ഉടമ്പടികൾ. ഈ 2 ഉടമ്പടികൾ എന്താണ്, അതിനകത്തേക്ക് ഏതൊക്കെ അവകാശങ്ങളാണ് വരുന്നത്, അതോടൊപ്പം തന്നെ ലോകത്തിലെ മൊത്തം ജനങ്ങളുടെയും മനുഷ്യാവകാശങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് യുണൈറ്റഡ് നാഷന്റെ ഹൈ കമ്മീഷണർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്, അതിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്. എനിക്കൊണ്ട് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ചോദ്യത്തിൽ പ്രധാന ചോദ്യം അതായിരുന്നു കേട്ടോ. നാഷണലാണ് അല്ലേ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് ചോദിച്ചിട്ടുള്ളത്, അത് ചോദിച്ചിട്ടില്ല. അപ്പൊ അത് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് കേട്ടോ, ഇന്ത്യൻ ഭരണഘടനയും മനുഷ്യാവകാശവും തമ്മിലുള്ള ബന്ധം. ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് മനുഷ്യാവകാശങ്ങളെ കുറിച്ച് പറയുന്നത്, അതിൽ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റുകൾ ഏതൊക്കെയാണ്, സോഷ്യോ കൾച്ചറൽ ആൻഡ് എക്കണോമിക് റൈറ്റുകൾ ഏതൊക്കെയാണ്, ഏജൻസീസ് ഓഫ് പ്രൊട്ടക്ടിങ് ഹ്യൂമൻ റൈറ്റ്സ്, ഇന്ത്യയിലെ മനുഷ്യാവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ ഏജൻസികൾ, അതിൽ ജുഡീഷ്യറി, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, ഇതിനൊക്കെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചലഞ്ചസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ മനുഷ്യാവകാശം സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ വെല്ലുവിളികളുണ്ട്, അതെന്തൊക്കെയാണ്, ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും ആദിവാസികൾക്കും സ്ത്രീകൾക്ക് നേരെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കണ്ട വാർത്ത ദളിതർക്കെതിരെയുള്ള മനുഷ്യാവകാശ ലംഘനമാണ്. പൈപ്പിൽ നിന്ന് വെള്ളം കുടിച്ചു എന്നതിന്റെ പേര് നീയൊക്കെ കുടിച്ച വെള്ളമാണ് ഞങ്ങൾ കുടിക്കുന്നത് എന്ന് പണ്ട് നമ്മുടെ ഭരണഘടനയുടെ ശില്പിയായിട്ടുള്ള അല്ലെ, പിന്നെ എന്താ പറയാ, BR അംബേദ്കറിനോട് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അയാൾ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളം നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം എന്നാണ്. അവിടെ പൊതുവായിട്ടൊരു ഓഫീസിലെ കൂജയിൽ നിന്ന്, ഞാൻ ആ വാർത്ത കേട്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് BR അംബേദ്കറിന്റെ ആ ഒരു സിനിമ ഉണ്ട്, മമ്മൂട്ടിയുടെ ഒരു സിനിമ ഉണ്ട്, യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവും, BR അംബേദ്കറിന്റെ ഒരു സിനിമ. അപ്പൊ ആ ഒരു സിനിമയിൽ അദ്ദേഹം പറയുന്നത്, അതിനകത്ത് ആ ഒരു ഇൻസിഡന്റ് ഉണ്ട്. അയാൾ കോളേജിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ എല്ലാവർക്കും കുടിക്കേണ്ട ഒരു കൂജയിൽ നിന്ന് അയാൾ വെള്ളം കുടിക്കുന്ന സമയത്ത് അയാളോട് പറയും, നിങ്ങൾക്ക് വെള്ളം കുടിക്കണേ നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. അതിൽ പിന്നെ BR അംബേദ്കർ പറയും, ഞാൻ ഇരുന്ന് വെള്ളം കുടിക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നോളൂ. ഈ സെയിം ഇൻസിഡന്റ് ആണ് ഈ വിദ്യാസമ്പന്നരായിട്ടുള്ള അധ്യാപകരിൽ നിന്നും ഇപ്പോഴും നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്നത് എന്നറിയുമ്പോൾ വളരെ ഖേദകരമാണ് അല്ലേ. ഒരു അധ്യാപക വിഭാഗത്തിന്റെ ഭാഗമായിട്ടുള്ള ഞാൻ തന്നെ അതിൽ ലജ്ജിച്ചു പോകുന്നു, ഖേദിച്ചു പോകുന്നു. കാരണം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അധ്യാപകരെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും സമത്വത്തെക്കുറിച്ചും സുന്ദരമായ ഈ ലോകത്തെക്കുറിച്ചും എല്ലാവരും സമത്വത്തോടു കൂടി ജാതി, വംശം, ലിംഗം ഇതൊന്നും പരിഗണിക്കാതെ എല്ലാവരും സുന്ദരമായി ജീവിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് പുതിയ തലമുറയെ കൈപിടിച്ചു കൊണ്ടുപോകേണ്ട ആളുകളാണ് അധ്യാപകർ. അപ്പൊ അവർ ഇത്തരം പഴഞ്ചൻ ചിന്താഗതികളും പഴഞ്ചൻ മത അല്ലെങ്കിൽ ജാതി സമ്പ്രദായത്തിനകത്തുള്ള ഇത്തരം വിശ്വാസങ്ങളും ഇത്തരം പ്രവർത്തന രീതികളൊക്കെ വെച്ചു പുലർത്തുന്നത് വളരെ ഖേദകരമാണ്. ആ ഒരു ഖേദം കൂടെ നമ്മൾ ഈ ഒരു ഭാഗമായിട്ട് പ്രകടിപ്പിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പൊ അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ള വിഷയത്തിനകത്ത് കൈകാര്യം ചെയ്യുന്നത്. ആദ്യത്തെ ടോപ്പിക് കോൺസെപ്റ്റ്സ് ആണ്. അപ്പൊ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്കൊന്ന് എടുക്കാം. എന്താണ് മനുഷ്യാവകാശം എന്നുള്ളത്? അത് നമ്മൾ 2 മാർക്കിന്റെ ഒരു ചോദ്യമായിട്ട് ആദ്യത്തിൽ തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അതുണ്ട് ഹ്യൂമൻ റൈറ്റ്സ്. അപ്പോൾ എന്താണ് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശം എന്താണ്? അതുപോലെ തന്നെ മനുഷ്യാവകാശങ്ങൾ ഡിസ്കസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൈറ്റ്സ് അല്ലെ, അവകാശങ്ങളുടെ സവിശേഷതകളാണ്, മനുഷ്യാവകാശങ്ങളുടെ സവിശേഷതയാണ്. അപ്പോൾ ഇങ്ങനെ 2 ചോദ്യങ്ങളുടെ ഉത്തരമാണ് നമ്മൾ ഒന്നാമത്തെ ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത്. അതിലെ മനുഷ്യാവകാശം എന്നത് എല്ലാ മനുഷ്യർക്കും ജനനത്തോടെ ലഭിക്കുന്ന അടിസ്ഥാന അവകാശങ്ങൾ. ഇത് ആർക്കും കൊടുക്കുന്നതല്ല അല്ലെ. അത് മനുഷ്യന് അവന്റെ ജനനം കൊണ്ട് അവന് കിട്ടുന്ന അവകാശമാണ് എന്ത്, മനുഷ്യാവകാശം എന്ന് പറയുന്നത്. പക്ഷെ വ്യത്യസ്തമായ സാമൂഹിക ക്രമീകരണത്തിനകത്ത് പലർക്കും ഈ മനുഷ്യാവകാശം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിലെ സ്ത്രീകളോടടക്കം മനുഷ്യാവകാശ ലംഘനം കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പല രീതിയിലും അവരെ പീഡിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അവര് പല രീതിയിലുള്ള വാക്കുകൾ കൊണ്ടും മറ്റൊക്കെ നിങ്ങൾ സംസാരിക്കുമ്പോൾ അല്ലെ, എടി പോടി ഇവിടെ വാടി എന്നുള്ള പ്രയോഗങ്ങളൊക്കെ നമ്മൾ പ്രയോഗിക്കുമ്പോൾ അത്തരത്തിലൊരു മനുഷ്യന്റെ ഡിഗ്നിറ്റിയെ ഹനിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ്. അതൊന്നും ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ വരുന്ന കേസുകളാണ്. ഇത് ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം, അതാണ് നേരത്തെ ആ കുട്ടിക്ക് നിഷേധിക്കപ്പെട്ടത്. ഒരു ജാതിയിൽപ്പെട്ടത് കൊണ്ട് ജാതി വിവേചനം കാണിക്കുമ്പോൾ അത് സമത്വത്തിൽ നിന്നുള്ള അവകാശം അത് നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. സമത്വം തുടങ്ങിയ അടിസ്ഥാന മൂല്യങ്ങളെ സൂചിപ്പിക്കുന്നു. ഈ അവകാശങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സമാധാനവും ഐക്യവും ഒക്കെ അല്ലെ അതോടുകൂടി നിലനിർത്താനുള്ളതാണ്. അല്ലാതെ പരസ്പരം ആളുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നതിൽ വിദ്വേഷം പരത്താൻ പാടില്ല എന്നുള്ളതാണ്. എല്ലാ മനുഷ്യരും തുല്യരായിക്കൊണ്ടും സ്വതന്ത്രരായിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ജനിക്കുന്നത്. പക്ഷേ മനുഷ്യൻ തന്നെ മനുഷ്യനെ പല രീതിയിലും തുല്യരായി കണക്കാക്കുന്നില്ല. ഇപ്പൊ നമുക്കറിയാം, പണ്ട് കാലഘട്ടങ്ങളിൽ വലിയ രീതിയിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടായിരുന്നു. മനുഷ്യന്മാരെ തന്നെ അടിമകളാക്കി വെച്ചിരുന്നു.
അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യന്മാരെ തന്നെ അടിമകളാക്കി വെച്ചിരുന്നു. ഇവൻ എന്റെ അടിമയാണ്, ഇവനെ ഞാൻ 100 രൂപക്ക് വിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അടിമ കച്ചവടം നടന്നിരുന്നു. അപ്പൊ അത്തരത്തിൽ ഭീകരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നിരുന്നു. അതിനുശേഷം വന്നിട്ടുള്ള ഒന്നാം ലോകം, രണ്ടാം ലോകം മഹായുദ്ധങ്ങള്, അതിനുശേഷം വന്നിട്ടുള്ള ഒരുപാട് യുദ്ധങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നിരുന്നു, അല്ലെ? അപ്പൊ അത്തരം മനുഷ്യാവകാശങ്ങൾ ഇനി നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭ UN ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ചില ആളുകൾ സമ്പന്നരായിട്ട് കണക്കാക്കുമ്പോൾ മറ്റു ചില ആളുകൾ എന്ത് ചെയ്യുന്നു? അടിച്ചമർത്തപ്പെടലിനും ചൂഷണത്തിനും അടിമത്തത്തിനൊക്കെ എന്ത് ചെയ്യുന്നു? വിധേയരാകുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം അടിമത്തവും ചൂഷണത്തിനൊക്കെ എതിരെ എന്ത് ചെയ്യുന്നു? മനുഷ്യാവകാശ കമ്മീഷനുകളൊക്കെ ഇടപെടുന്നത് അതുകൊണ്ടാണ് എന്നുള്ളതാണ് കേട്ടോ. എന്നാൽ മനുഷ്യൻ സമത്വത്തിന്റെയും നീതിയുടെയും പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്ത് ചെയ്തത്? മനുഷ്യാവകാശം എന്ന് പറയുന്ന ആശയം ഉത്ഭവിച്ചത്. അപ്പോൾ മനുഷ്യാവകാശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലൊക്കെയാണ് ഈ മനുഷ്യാവകാശം എന്ന് പറയുന്ന അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ ഉണ്ടാകുന്നത് 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ്. അതായത് 20-ാം നൂറ്റാണ്ടിന്റെ പകുതിയിലൊക്കെയാണ് ഇത് ഉണ്ടാകുന്നത്. അപ്പൊ അത്രയും കാലം വലിയ രീതിയിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്ത് ചെയ്തിരുന്നു? ഈ ഭാഗത്തുണ്ട്. എന്നാൽ മനുഷ്യൻ ശാസ്ത്രീയമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയതും യുക്തിഭദ്രമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയ ആ ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യന്റെ അവകാശങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? അതുപോലെ തന്നെ ഈ ആധുനിക രാഷ്ട്ര സമ്പ്രദായങ്ങൾ ഉണ്ടല്ലോ, സ്റ്റേറ്റ് സമ്പ്രദായം, അതൊക്കെ രൂപപ്പെട്ടു തുടങ്ങിയപ്പോഴാണ് എന്ത് ചെയ്തത്? ഈ മനുഷ്യാവകാശം എന്ന് പറയുന്ന ആശയം എന്ത് ചെയ്തിട്ടുള്ളത്? ഉത്ഭവിച്ചിട്ടുള്ളത്. മനുഷ്യാവകാശത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായ ഒരു അടുത്ത ക്ലാസ് എടുക്കുന്നുണ്ട്. അതാണ് എവല്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. എല്ലാ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള അന്തസ്സുണ്ട്. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഓരോ ആളുകൾക്കും അന്തസ്സുണ്ട്. നിങ്ങളുടെ സംസാരം ഒരിക്കലും ഒരാളുടെ അന്തസ്സിനെ ഹനിക്കുന്ന രീതിയിലാവില്ല. ആളുകളുടെ ഇടയിലിട്ട് ഒരാളുടെ കളിയാക്കുക, അല്ലെങ്കിൽ അവരുടെ ജാതി പേര് വിളിക്കുക, അയാളുടെ അന്തസ്സിന് ഇല്ലാതാക്കുന്ന, അതൊക്കെ മനുഷ്യാവകാശ ലംഘനമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു വിഷയം വളരെ പ്രധാനമാണ്. നമ്മളത് അറിയാതെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഭീകരമായ അതിഭീകരമായ കുറ്റകൃത്യങ്ങളിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുക. ജാമ്യം മൂലം കിട്ടില്ല കേട്ടോ. അപ്പൊ അത്തരം അന്തസ്സും അവകാശങ്ങളും തുല്യതയൊക്കെ ഉണ്ട്. ഇത് ഇന്ന് വിശ്വസിക്കുന്ന ആശയമാണ് മനുഷ്യാവകാശം. അതായത് ഓരോ വ്യക്തികൾക്കും അവർക്ക് എന്തുണ്ട്? അന്തസ്സുണ്ട്, അവകാശങ്ങളുണ്ട്, തുല്യതയുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യണം? മാനിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ജനിക്കുമ്പോൾ അവന് കിട്ടുന്ന ഈ അവകാശവും തുല്യതയും അന്തസ്സും മരണം വരെ നിലനിർത്തുക എന്നുള്ളതാണ് മനുഷ്യാവകാശങ്ങൾ നിലവിൽ വന്നിട്ടുള്ളത് കേട്ടോ. അതിനു വേണ്ടിയിട്ടാണ് ഭരണകൂടങ്ങൾ നിലനിൽക്കുന്നത്. ഭരണകൂടങ്ങൾ പ്രധാനമായിട്ടും രൂപപ്പെടുത്തിയിട്ടുള്ളത് ഓരോ മനുഷ്യനും ജനനം കൊണ്ട് കിട്ടുന്ന ഇത്തരം അവകാശങ്ങളെ സംരക്ഷിച്ചു നിർത്തുക കേട്ടോ. ഭരണകൂടങ്ങളെ നമ്മുടെ രാജ്യം എന്ന് പറയുന്ന, രാഷ്ട്രം എന്ന് പറയുന്ന ഭരണകൂടങ്ങളെ രൂപപ്പെടുത്തിയത് തന്നെ എന്തിനാണ്? ആ സമൂഹത്തെ നിയന്ത്രിക്കാനാണ്. ആ സമൂഹത്തെ നിയന്ത്രിക്കുമ്പോൾ ആ സമൂഹത്തിനകത്തുള്ള വ്യക്തികളുടെ അന്തസ്സും സ്വാതന്ത്ര്യവും സമത്വവും തുടങ്ങിയിട്ടുള്ള അവന്റെ മനുഷ്യാവകാശങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ആ രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനയിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒരുപാട് അവകാശങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയിട്ട് വളരെ പ്രധാനപ്പെട്ട മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ കാരണം എന്താ? ആ അവകാശങ്ങൾ ഒരിക്കലും നിഷേധിക്കാൻ പാടില്ല. അത് തീർച്ചയായിട്ടും അവന് കൊടുത്തിരിക്കണം എന്ന രീതിയിൽ അത്രയും പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് മറ്റ് അവകാശങ്ങളെക്കാൾ പ്രാധാന്യം ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കൊടുക്കുന്നത്. എല്ലാ വ്യക്തികൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്. വ്യക്തികളോട് സുരക്ഷിതത്വത്തിനും അവനോട് നീതിയോടെയും ബഹുമാനോടെയും പെരുമാറണം എന്ന ആശയം കൂടിയൊക്കെയാണ് എന്ത്? മനുഷ്യാവകാശം വരുന്നത്. ജനനം മുതൽ മരണം വരെ ലോകത്തിലെ ഓരോ വ്യക്തിക്കും അവകാശപ്പെട്ട അടിസ്ഥാന അവകാശങ്ങളും സ്വാതന്ത്ര്യമാണെന്ത്? മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ ജനാധിപത്യ രാഷ്ട്രീയ സംവിധാനങ്ങളുടെയും പൊതുവായ ഒരു സവിശേഷതയാണെന്ത്? മനുഷ്യാവകാശം. അപ്പൊ മനുഷ്യാവകാശത്തെ കുറിച്ച് ഒരു 2 മാർക്കിനോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ധാരാളം എഴുതാനുള്ള ഒരുപാട് പോയിന്റുകൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൈറ്റ്സ് എന്നാ കൊടുത്തിരിക്കുന്നത്. റൈറ്റ്സ് എന്നും മനുഷ്യാവകാശം തന്നെയാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൈറ്റ്സ് ഉണ്ടോ? മനുഷ്യാവകാശത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണുള്ളത് അതാണ് അവിടെ എഴുതി വെക്കേണ്ടത്. മനുഷ്യരായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണെന്ത്? മനുഷ്യാവകാശങ്ങൾ. ഈ അവകാശങ്ങൾ സമൂഹം ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങളാണ്. ഇങ്ങനെ തുടങ്ങിയത് കാരണം ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ ഏകദേശം ഒരു 10ഓളം ക്യാരക്ടറിസ്റ്റിക്സ് കേട്ടോ, 10ഓളം ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അപ്പൊ അതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ 2 ചോദ്യങ്ങളുടെ ഉത്തരമാണ് 1ാമത്തെ ക്ലാസ്സിൽ. ഏകദേശം ഒരു 10ന് താഴെ ക്ലാസ്സുകൾ മാത്രമേ ഇതിനകത്ത് വരുള്ളൂ. അപ്പൊ ഇതൊരു ഡെമോ ക്ലാസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ വിഷയവും നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഡെമോ ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഒരു രീതിയിൽ ക്ലാസ് കേൾക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ക്ലാസ്സിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന വിഷയമാണ്. വെറും 60 മാർക്കിന്റെ ഒരു പേപ്പറാണ്. 60ഉം പിന്നെ 15 ആയിരിക്കാം ഇന്റേണൽ എന്ന് തോന്നുന്നു. നമ്മുടെ MCQ ക്വസ്റ്റ്യനും അതിന്റെയും ക്ലാസ് ഉണ്ടായിരിക്കും കേട്ടോ. MCQയുടെയും ക്ലാസ് ഉണ്ടായിരിക്കും. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാ വിഷയത്തിന്റെയും MCQന്റെ ക്ലാസ് ഉണ്ടായിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന പരമാവധി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മൾ 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് ചെയ്യുന്നത്.
അപ്പം അങ്ങനെ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും സിലബസും ഒക്കെ അല്ലെങ്കിൽ മെറ്റീരിയലും ഒക്കെ വെച്ചിട്ട് ഒരു പക്ക പാക്കേജ്ഡ് ക്ലാസ്. അപ്പോൾ അതിലേക്കാണ് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നത്. അതിൽ നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഈ നമ്പറിൽ എന്ത് ചെയ്യുക, വാട്സപ്പ് മെസ്സേജ് അയക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് പഠിച്ച് പോകാം കേട്ടോ. 5th സെം ഓക്കെ. ഈ 5th 6th ഒക്കെ വളരെ പ്രധാനപ്പെട്ട സെമസ്റ്ററുകളാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം സോഷ്യോളജി പേപ്പറുകളാണ്. നമുക്ക് പരമാവധി നമ്മൾ എഴുതി മാർക്ക് സ്കോർ ചെയ്യണം ഇവിടെ കേട്ടോ. നമ്മുടെ അഗ്രഗേറ്റ് സ്കോർ ഉണ്ടല്ലോ, നമുക്ക് ഡിഗ്രിക്ക് മൊത്തം കിട്ടുന്ന മാർക്കിൽ മാർക്ക് കൂടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ മാർക്ക് കൂട്ടാൻ നമുക്ക് എവിടെയാണ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 5th 6th 5ാമത്തെ 6ാമത്തെ സെമസ്റ്ററിൽ നമുക്കൊക്കെ സോഷ്യോളജി പേപ്പറാണ്. അപ്പോൾ അവിടെ നന്നായിട്ട് തിളങ്ങിയിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ മാർക്ക് നമ്മൾ പരമാവധി കൂട്ടണം അല്ലേ. അവിടെ ഇവിടെയുള്ള യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്, വളരെ സെറ്റായിട്ട്, വളരെ കൺസൈസ് ആയിട്ട്. എന്നാൽ ഡീറ്റെയിൽ എന്ന് പറയുമ്പോൾ ഭയങ്കര വിശാലമായിട്ടല്ല, എന്നാൽ അതേപോലെ തന്നെ കൺസൈസ് ആയിട്ട് എന്ത് ചെയ്യാം, പഠിച്ച് എല്ലാ പോയിന്റുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നല്ല മാർക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. ആ ക്ലാസ്സിലേക്കാണ് നിങ്ങൾ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യാൻ, ഈ നമ്പറിലേക്ക് കേട്ടോ, 9526786586 ഈ നമ്പർ തന്നെയാണ്. നമ്മൾ ഒരുപാട് ഡെമോ ചെയ്യുന്നതാണ്, ഒരുപാട് കുട്ടികൾ ഈ ഡെമോ കാണുന്നത് തന്നെ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, ഒന്ന് വാട്സപ്പ് മെസ്സേജ് അയച്ച് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക കേട്ടോ.